Hi everyone. iPlus important MCQ discussion സീരീസിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിവിധ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. So first question. For a Newtonian fluid, shear stress is proportional to shear strain. Option B, rate of shear stress is proportional to shear strain. Option C, shear stress is proportional to rate of shear strain. And option D, rate of shear stress is proportional to rate of shear strain. ഇതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ സംബന്ധിച്ച് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. 2006 ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നും ഷിയർ സ്ട്രെസ് എന്നും ഷിയർ സ്ട്രെയിൻ എന്നും കണ്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് അല്ലെ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് നമ്മളോട് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? ടൗ ഈക്വൽ ടു അല്ലെങ്കിൽ ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഡി യു ബൈ ഡി വൈ ആണെന്ന് അറിയാം. ഇതിലെ മ്യൂ എന്ന് വെച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സോ അതുകൊണ്ട് തന്നെ ടൗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ ഇല്ലേ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമ്മളോട് പറയുന്നത് അല്ലെ. ടൗ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡി യു ബൈ ഡി വൈ. ഇതിൽ നിന്നാണ് ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ഒക്കെ വരുന്നത്. ഓക്കെ. എനിവേ ടൗ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് അല്ലെ. ഷിയർ സ്ട്രെസ്. ഡി യു ബൈ ഡി വൈ എന്താണ്? എന്താണ് ഈ ഡി യു ബൈ ഡി വൈ എന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒക്കെ പഠിച്ചപ്പോൾ വെലോസിറ്റി പ്രൊഫൈൽ ഒക്കെ ഇവിടെ വരച്ചിരുന്നു അല്ലെ. വെലോസിറ്റി പ്രൊഫൈൽ ഒക്കെ വരച്ചിരുന്നു. ഈ ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി അല്ലെ ഡി യു യു എന്ന് പറഞ്ഞ വെലോസിറ്റി വരും. പിന്നീട് ആ ഒരു ഹൈറ്റിൽ അതാണ് നമ്മൾ ഡി വൈ, ആ സ്മോൾ സെക്ഷനെ ഡി വൈ ആയിട്ടൊക്കെ എടുത്ത ശേഷം നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഒക്കെ കണ്ടുപിടിച്ചത് അല്ലെ. സോ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. എനിവേ ഡി യു ബൈ ഡി വൈ ഈസ് എന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആയിരുന്നു. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. അത് മറക്കരുത്. ഡി യു ബൈ ഡി വൈ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ അല്ല. ഡി യു ബൈ ഡി വൈ എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെയിൻ അല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അതായത് ഷിയർ സ്ട്രെയിനിൽ ഓരോ വൈയുടെ മാറ്റം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിന്റെ ആ ഫ്ലൂയിഡിന്റെ ആ വെലോസിറ്റി പ്രൊഫൈലിന്റെ ഹൈറ്റിന് അനുസരിച്ച് എത്രമാത്രം നമ്മുടെ ആ ഒരു ഡി യുല് നമ്മുടെ വെലോസിറ്റിയിൽ വരുന്ന മാറ്റം അതിനെ നമ്മൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഒരു സൈഡിൽ ഷിയർ സ്ട്രെസ്സും മറ്റേ സൈഡിൽ എന്താ ഉള്ളത്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനുമാണുള്ളത് അല്ലെ. ഇക്വേഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനുമാണുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരി ഉത്തരം ഏത് വരും? ആദ്യത്തെ നമുക്ക് ഓപ്ഷൻ എ, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷൻ ടു ഷിയർ സ്ട്രെയിൻ. അതല്ല. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് അങ്ങനല്ലോ. ലെഫ്റ്റ് സൈഡ് ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ശ്രദ്ധിക്കുക. ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും 2004 ഗേറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. An incompressible fluid, kinematic viscosity is equal to 7.4 into 10 raised to minus 7 meter square per second. Specific gravity 0.88 is held between two parallel plates. If the top plate is moved with a velocity of 0.5 meter per second, while the bottom one is held stationary, the fluid attains a linear velocity profile in the gap of 0.5 mm between these plates. Okay. The shear stress in pascals on the surface of top plate is. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എന്താ ഇവിടെ തന്നിരിക്കുന്നത്? അതായത് രണ്ട് പ്ലേറ്റുകളുണ്ട് അല്ലെ. രണ്ട് പ്ലേറ്റുകളുണ്ട് അല്ലെ. അതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ താഴത്തെ പ്ലേറ്റ് സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞിട്ടില്ലേ. താഴത്തെ പ്ലേറ്റ് സ്റ്റേഷനറി ആണ്. മുകളിലെ പ്ലേറ്റ് ഒരു 0.5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. സോ അത് യു ആണ് അല്ലെ. യു ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ യു നമുക്കറിയാം. ഓക്കെ. സോ അതിനുശേഷം ബോട്ടം വൺ ഈസ് ഹെൽഡ് സ്റ്റേഷൻ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0.5 mm തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 mm. അതായത് വളരെ അടുത്തടുത്താണ് ഇതിരിക്കുന്നത്. ദെൻ വേറെ എന്താ തന്നിരിക്കുന്നത്? നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ന്യൂ അല്ലെ. ന്യൂ ഈക്വൽ ടു 7.4 into 10 raised to minus 7 meter square per second. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് തന്നിട്ടുണ്ട് 0.88. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ടൗ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. എന്താ ടൗവിന്റെ ഇക്വേഷൻ? എന്താ? ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അല്ലെ. ഇവിടെ മ്യൂ തന്നിട്ടുണ്ടോ? മ്യൂ തന്നിട്ടില്ല. മ്യൂ എന്ന് വെച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണെന്ന് നമുക്കറിയാം. ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടില്ല. പകരം എന്താണ് തന്നിട്ടുള്ളത്? മ്യൂ ആണ് തന്നിട്ടുള്ളത്. മ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കുക? നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി റോ അല്ലെ. അതിൽ നിന്ന് മ്യൂ ഈക്വൽ ടു മ്യൂ ഇൻറ്റു റോ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ഇനി റോ എത്രയാണ്? റോ എങ്ങനെ കണ്ടുപിടിക്കും? റോ കണ്ടുപിടിക്കാനായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 0.88. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നാൽ അതിൽ നിന്ന് റോ അല്ലെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
density of the fluid divided by density of the fluid divided by density of the standard fluid അല്ലേ density of standard fluid here ഈ കേസിൽ density of standard fluid എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അല്ലേ സോ അതുകൊണ്ട് തന്നെ 0. rho equal to s into density of standard fluid so 0.88 into density of standard fluid 10⁻³ അല്ലെങ്കിൽ 1000 അല്ലേ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സോ റോ കിട്ടി അപ്പൊ mu equal to എങ്ങനെ എഴുതാം 7.4 into 10⁻⁻7 into റോ 0.88 into 10⁻³ ഇങ്ങനെ തന്നെ കിടക്കട്ടെ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം അതായിരിക്കും സോ ടോ ഈക്വൽ ടു mu എന്ന് വെച്ചാൽ 7.4 into 10⁻⁻7 into 0.88 into 10⁻³ into du എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം ടോപ്പ് പ്ലേറ്റ് 0.5 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത് പറയുന്നത് ബോട്ടം പ്ലേറ്റ് എന്താണ് സ്റ്റേഷനറിയാണ് അതിന്റെ വെലോസിറ്റി ഇല്ല സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും du ടോപ്പ് പ്ലേറ്റ് മൈനസ് ബോട്ടം പ്ലേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.5 തന്നെ വരും 0.5 ഡിവൈഡഡ് ബൈ dy എന്ന് വെച്ചാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അത് 0.5 mm ആണ് അല്ലെ 0.5 mm ആണ് എമ്മിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം ഇൻറ്റു 10⁻³ അല്ലെ സോ ഇത് ചെയ്തെടുക്കുക ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും അല്ലെ ഈക്വൽ ടു ഇതെങ്ങനെ ചെയ്യാം 7.4 into 10⁻⁻7 into 10.88 into 10⁻³ into ഈ 10⁻³ മേളിലേക്ക് കൊണ്ടുവന്നാൽ അത് എന്തായിട്ട് മാറും 10⁻³ ആയിട്ട് മാറും അല്ലെ 10⁻³ into പിന്നെ ബാക്കിയുള്ളത് 0.5 അത് നമുക്ക് വെട്ടിക്കളയാം അപ്പൊ ബാക്കിയില്ല സോ ഇത് ചെയ്തെടുത്താൽ 7.4 into 0.88 into 10⁻⁻7 into 10⁻³ into 10⁻³ 10⁻³ കൂടെ ചെയ്യുമ്പോൾ 10⁻6 വരും 10⁻⁻7 into 10⁻6 എന്ന് പറഞ്ഞാൽ into 10⁻⁻1 വരും അല്ലെ ഫൈനലി the answer will be 0.652 ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഇത് ചെയ്തെടുക്കുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുക 0.652 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക സോ ആൻസർ വിൽ ബി ഷിയർ സ്ട്രെസ് ഇൻ പാസ്കൽ 0.652 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽസ് എന്ന് നമുക്ക് എഴുതാം ആൻസർ വിൽ ബി 0.652 അതിനോട് ഏകദേശം അടുത്തൊരു വാല്യൂ ആണ് 0.651 ഓപ്ഷൻ ബി 0.651 ആണ് ഇതിന്റെ ആൻസർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ജസ്റ്റ് ആ ന്യൂ നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ അടിസ്ഥാനം കറക്റ്റ് ആയിരിക്കണമെങ്കിൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ ന്യൂവിൽ നിന്ന് എങ്ങനെ ന്യൂ കണ്ടുപിടിക്കാം സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ എങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ an incompressible flow field V bar which one of the following conditions must be satisfied option A del dot V bar equals 0 option B del cross V bar equals 0 option C del dot V bar into V bar equals 0 option D dV by dt plus del dot V bar into V bar equal to 0 ഏതാണ് കറക്റ്റ് ആൻസർ ഇത് കണ്ടിട്ട് എന്തൊക്കെയോ വലിയ നൊട്ടേഷൻസ് പോലെ തോന്നുന്നു സംഗതി വളരെ സിമ്പിൾ ആണ് അല്ലെ എന്താണ് ഫോർ an incompressible flow field ഒരു ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് അല്ലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഓക്കെ സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 ഫോർ an incompressible fluid ഒരു incompressible fluidന് ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ കണ്ടീഷൻ തന്നെ ഓക്കെ സോ ഒരു incompressible fluid ഇതാണ് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനെ ഏത് രൂപത്തിലേക്ക് ആക്കാം ഈ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡിനെ നമ്മൾ ഏത് ഓപ്പറേറ്റർ ആക്കി മാറ്റാം ഡെൽ എന്നൊരു ഓപ്പറേറ്റർ ആക്കി മാറ്റാം അല്ലെ സോ ഡെൽ ഇൻറ്റു വി ബാർ മറ്റേ അത് വെലോസിറ്റി ആണ് വെലോസിറ്റിയുടെ കമ്പോണന്റ് ആണ് അല്ലെ വെലോസിറ്റിയുടെ വിവിധ കമ്പോണന്റുകളാണ് യു വി ഡബ്ല്യു അതിനെ നമുക്ക് വി ബാർ എന്ന് എഴുതാം ഈക്വൽ ടു 0 ഓക്കെ സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ക്രോസ് അല്ല വരിക ഡോട്ട് തന്നെയാണ് വരിക അല്ലെ ഡെൽ ഡോട്ട് വി ബാർ ഈക്വൽ ടു 0 എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ സോ ഓപ്ഷൻ എ ഡെൽ ഡോട്ട് വി ബാർ ഈക്വൽ ടു 0 ഇതും ഗേറ്റിന്റെ ഒരു ചോദ്യമായിരുന്നു കാണുമ്പോൾ ഒറ്റ മോഡൽ കാണുമ്പോൾ ഏതോ വലിയ സംഗതികളാണ് തോന്നുന്നത് പക്ഷെ സിമ്പിൾ ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒന്ന് അറിയുക അതിന്റെ ആ ഓപ്പറേറ്റർ അതിലേക്ക് കൊടുക്കുക അത്ര തന്നെ സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ ഡെൽ ഡോട്ട് വി ബാർ ഈക്വൽ ടു 0 നാലാമത്തെ ചോദ്യം ട്രയാങ്കിൾ ലാമിന ഹാവിംഗ് എ ബേസ് 1 meter and a height 1.5 meter is placed vertically under water with the base parallel to the water surface and the base below 3 meter of water. The total force exerted on one face is. ഇത് വാട്ടർ അതോറിറ്റി 2016 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് ഇത് ചെയ്യുക നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറഞ്ഞ പോർഷനിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറഞ്ഞ പോർഷനിലുള്ള ചോദ്യമാണ് എന്താണ് ഇവിടെ ആക്ച്വലി കാണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വരച്ചു നോക്കാം എന്താണ് ഒരു ട്രയാങ്കിൾ ലാമിന ഉണ്ട് ട്രയാങ്കിൾ ലാമിന
ഒരു വാട്ടർ സർഫസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ് എന്ന് എഴുതുക. ഒരു ട്രയാങ്കിൾ ലാമിന ഇതിൽ മുങ്ങിക്കിടക്കുകയാണ്, വെർട്ടിക്കലായിട്ട് മുങ്ങിക്കിടക്കുകയാണ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് മുങ്ങിക്കിടക്കുകയാണ്. സോ അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് ട്രയാങ്കിളിന്റെ. എന്താണ്? ബേസ് 1 മീറ്റർ ആണ്, ബേസ് 1 മീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 1.5 മീറ്റർ ആണ്, 1.5 മീറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ബേസ് വരെയുള്ള ഈ ടോപ്പ് പൊസിഷൻ, അതായത് ഫ്ലൂയിഡിന്റെ ഫ്രീ സർഫസ് മുതൽ ആ ബേസ് വരെയുള്ള ട്രയാങ്കിൾ ലാമിനയുടെ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോഴ്സ് എക്സേർട്ടഡ്. എങ്ങനെയാ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F equal to, നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസിലൊക്കെ പഠിക്കുന്നതാണ്. F equal to rho g a h bar, rho g a h bar അല്ലെ? ഇനി ഇവിടെ ഓരോന്ന് കണ്ടുപിടിച്ചാൽ മതി. റോ നമുക്കറിയാം, ഇതൊരു വാട്ടറിനുള്ളിലാണ് പറഞ്ഞത്. വാട്ടറിന്റെ റോ എത്രയാണ്? 10³ അല്ലെങ്കിൽ 1000 ഇൻറ്റു ജി എത്രയാണ്? 9.81 ഇൻറ്റു എ എത്രയാണ്? ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലെ? സോ ഇൻറ്റു ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്ര? 1 മീറ്റർ. അത് നമ്മൾ 1 എന്ന് എഴുതണ്ട. ഇൻറ്റു എച്ച് 1.5 ഇൻറ്റു എച്ച് ബാർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എച്ച് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്പ്രഷൻ എച്ച് ബാർ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് മുതൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എച്ച് ബാറിന്റെ ഇക്വേഷൻ എന്ത് വരും? എച്ച് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം? സോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഈ ഹൈറ്റ് ഇത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഇതെങ്ങനെയാണ് ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് ഇരിക്കുന്നത്? h/3 ഫ്രം ബേസ്. സോ ബേസിൽ നിന്ന് h/3 ഹൈറ്റിലാണ് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. ബേസിൽ നിന്ന് h/3 ഹൈറ്റിൽ, അതായത് h എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഇവിടുത്തെ ട്രയാങ്കിൾ ഹൈറ്റ് 1.5 ആണ്. സോ 1.53 ഫ്രം ബേസ് ഈക്വൽ ടു 0.5. ഓക്കെ, അപ്പോ ബേസിൽ നിന്ന് ബേസ് എന്ന് പറഞ്ഞാൽ ഇതാ, ട്രയാങ്കിളിന്റെ ബേസിൽ നിന്ന് 0.5 മീറ്റർ ഹൈറ്റിലാണ് എന്തിരിക്കുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 0.5 മീറ്റർ ആണ് അല്ലെ? സോ ഇവിടെ നിന്ന് ഈ എച്ച് ബാർ കണ്ടുപിടിക്കാമല്ലോ. എച്ച് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ, അതിൽ നിന്ന് 0.5 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 3 - 0.5 ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് വരും. എച്ച് ബാർ എത്ര വരും? 2.5 മീറ്റർ. സോ ഇവിടെ നമുക്ക് എച്ച് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? സോ ആൻസർ എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് ഇത് ചെയ്തെടുക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? ഇത് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല, നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എഫ് ഈക്വൽ ടു എങ്ങനെ വരും? 1000 ഇൻറ്റു 9.8 ഉണ്ടെങ്കിൽ നമുക്ക് 10 ആയിട്ട് തൽക്കാലം എഴുതാം. ഇൻറ്റു 1/2 ഇൻറ്റു 1.5 എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഇൻറ്റു 2.5 എങ്ങനെ എഴുതാം? 5/2 എന്ന് എഴുതാം അല്ലെ? സോ ഇതൊക്കെ തമ്മിൽ കുറെ ക്യാൻസൽ ചെയ്യാനുണ്ട്. 2,000 തമ്മിൽ ക്യാൻസൽ ചെയ്താൽ 500 വരും. 500ഉം 2 വീണ്ടും ക്യാൻസൽ ചെയ്താൽ 250 വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സോൾവ് ചെയ്യാം കേട്ടോ. ഞാനിത് എന്റേതായ രീതിയിൽ ഒന്ന് പറയുന്നത് മാത്രം. 250 ഡിവൈഡ് അതിനെ വീണ്ടും സോൾവ് 125 അല്ലെ? സോ ഫൈനലി 125 ഇൻറ്റു 10 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് വരും. 125 ഇൻറ്റു 10 ഇൻറ്റു 125 ഇൻറ്റു 5 ചെയ്യുമ്പോൾ തന്നെ 625 ആയി. 625 ഇൻറ്റു 3 ഇൻറ്റു 10 എന്ന് വരും. സോ ഫൈനൽ ആൻസർ വിൽ ബി, ഏറ്റവും അവസാനം നമുക്ക് എന്താ കിട്ടുന്നത്? 1850 ഇത് ചെയ്ത് കിട്ടുമ്പോൾ അത്ര കിട്ടും. 65 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 1875 വരും. അതേ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 1850 എന്നുള്ള ആൻസർ വരും. ഇതിന്റെ എന്തായിരിക്കും? ഫോഴ്സ് ആണ്. ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ന്യൂട്ടൺ ആണ് ഇതിന്റെ യൂണിറ്റ് വരിക. സോ നമുക്ക് ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്? സോ ഓപ്ഷനിൽ 18.394 കിലോ ന്യൂട്ടണിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 18.75 കിലോ ന്യൂട്ടൺ എഴുതാം. 18.75 കിലോ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കുക. അങ്ങനെ ഒരു ആൻസർ ഇവിടെ കാണുന്നില്ല, പക്ഷെ അതിനോട് അടുത്തൊരു ആൻസർ ഉണ്ട്. 18.394 എന്നുണ്ട് അല്ലേ? സോ ഇത് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ആദ്യത്തെ രണ്ടെണ്ണം നോക്കുക. ഒന്നിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടണും മറ്റേത് കിലോഗ്രാം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സ് ആയതുകൊണ്ട് ആൻസർ എന്തേ വരുള്ളൂ? ഓപ്ഷൻ എ മാത്രമേ വരുള്ളൂ. ഓപ്ഷൻ ബി മിസ്റ്റേക്ക് ആണ്. സോ പെട്ടെന്ന് നിങ്ങൾ ഓപ്ഷൻ നോക്കി ഇത് കിലോഗ്രാം കയറി കറുപ്പിക്കരുത് കേട്ടോ. ആൻസർ ഇതാണെന്ന് കരുതി കറുപ്പിക്കരുത്. ഓപ്ഷൻ എ കിലോ ന്യൂട്ടൺ ആണ്. സോ യൂണിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫിഫ്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് കണ്ടീഷൻസ് ഫോർ ദ പൈപ്പ് നെറ്റ്വർക്ക് നോട്ട് ഷോൺ. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താണ്? അതിന്റെ ഫിഗർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. Q1 ഈക്വൽ ടു Q3, Q2 ഈക്വൽ ടു Q1 പ്ലസ് Q3, HF1 ഈക്വൽ ടു HF3, HF1 ഈക്വൽ ടു HF2 ഈക്വൽ ടു HF3. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം.
ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 4 and 4, 3 and 4, 3 and 4, 3 and 4. സോ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇത് പൈപ്പ് ഫ്ലോയുടെ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഡിസ്ചാർജും ഓരോ പൈപ്സ് ഇൻ സീരീസ് കണക്ഷൻ ഉണ്ട്, അതേപോലെ പൈപ്സ് ഇൻ പാരലലും ഉണ്ട് അല്ലെ. ഇതില് ഡിസ്ചാർജിന്റെയും HFന്റെയും അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്റെയും ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അത് അറിഞ്ഞാൽ എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പൈപ്പ് 1ഉം 3ഉം എന്താണ്? ദാറ്റ് ഈസ് ഇൻ പാരലൽ. 1ഉം 3ഉം പാരലാണ്. സോ പാരലൽ ആവുമ്പോൾ എന്താ അവിടെ ഈക്വൽ ആവുന്നത്? പാരലൽ ആവുമ്പോൾ ഡിസ്ചാർജ് ഈക്വൽ ആവുമോ? ഇല്ല. പാരലൽ ആവുമ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് ഈക്വൽ ആവുന്നത്. അതായത് HF3 ഈക്വൽ ടു HF1 അല്ലെ. അതായത് രണ്ടിലെയും HF അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ രണ്ട് പൈപ്പിലും ഈക്വൽ ആയിരിക്കും. ഒരു പാരലൽ അറേഞ്ച്മെന്റിലെ രണ്ട് പൈപ്പിലും ഹെഡ് ലോസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഒരു സീരീസ് അറേഞ്ച്മെന്റിൽ ഇപ്പോൾ ഇതൊരു പൈപ്പ് കുറച്ച് അപ്പുറത്ത് രണ്ടാമതൊരു പൈപ്പ് ഉണ്ടെങ്കിൽ 1, 2 അത് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പൈപ്പിലെയും ഡിസ്ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. Q1 ഈക്വൽ ടു Q2. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? പൈപ്പ് 3ഉം പൈപ്പ് 1ഉം ഇത് തമ്മിൽ പാരലാണ്. അപ്പൊ പാരലൽ പൈപ്സിൽ എപ്പോഴും എന്താണ്? ഡിസ്ചാർജ് നമ്മൾ സം ചെയ്തെടുക്കണം. അപ്പൊ രണ്ട് പൈപ്പ് 1, 2 പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ആണ്. സോ അതനുസരിച്ച് ഇവിടെ ശ്രദ്ധിക്കുക, അതായത് 3 പ്ലസ് 1 അതായത് Q3 പ്ലസ് Q1 ഈക്വൽ ടു എന്താണ്? രണ്ടാമത്തെ പൈപ്പുമായിട്ട് 3ഉം 1ഉം കൂടെ ചേർന്ന് രണ്ടാമത്തെ പൈപ്പുമായിട്ട് എന്താണ്? സീരീസ് ആയിട്ടാണ്. സോ 3ഉം 1ലെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് രണ്ടാമത്തെ പൈപ്പിനോട് തുല്യമായിരിക്കും. രണ്ടാമത്തെ പൈപ്പിലെ ഡിസ്ചാർജ് തുല്യമായിരിക്കും Q2. സോ ഇത് രണ്ടുമാണ് ഇവിടുന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന രണ്ട് കണ്ടീഷൻസ്. ഇനി ശ്രദ്ധിക്കുക, ഓപ്ഷൻ 1 കറക്റ്റ് ആണോ? Q1 ഈക്വൽ ടു Q3 അത് തെറ്റല്ലേ? Q1 പ്ലസ് Q3 ആണ് വരുന്നത്. ഓപ്ഷൻ 2 Q2 ഈക്വൽ ടു Q1 പ്ലസ് Q3 അത് കറക്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ 3 HF1 ഈക്വൽ ടു HF3 അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 കറക്റ്റ് ആണോ? HF1 ഈക്വൽ ടു HF2 ഈക്വൽ ടു HF3 അത് ഒരിക്കലും കറക്റ്റ് ആവില്ല, കാരണം ഒരെണ്ണം അതിൽ സീരീസ് ആയിട്ടിരിക്കുകയാണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 3. സോ ഇവിടെ ഇതിൽ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി 2 and 3. സോ ഈ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യത്തിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 and 3. സോ അത്ര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമൊന്നുമല്ല, ഇത് ഗേറ്റിന് ചോദിച്ച ചോദ്യമാണ്. പുതിയ PSCയുടെ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനെ ഫിഗർ ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. സോ 5 ചോദ്യങ്ങൾ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലേക്ക് കാണുന്നു വരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.